ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കുമല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ടാവും. ട്രാവൽ ആയിക്കോട്ടെ, ട്രാവൽ വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അതുപോലെ റിയാക്ഷൻ വീഡിയോ, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളത്, അങ്ങനെ പല ടൈപ്പ് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും സമയം വൈകിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. പിന്നെ എനിക്ക് പറ്റിയ തെറ്റുകൾ അതുപോലെ ശരികൾ ഒക്കെയാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോളുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ കൂടെ ഇരുന്നിട്ടാണ് ചെയ്യണത്. അവൾ കുറച്ച് നേരം ഉറങ്ങി, പിന്നെ വേഗം എഴുന്നേറ്റു. ഉറങ്ങി അപ്പം തന്നെ എഴുന്നേറ്റു. അപ്പം ചിലപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ പൈസ കിട്ടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത്. വെറുതെ എനിക്കൊരു നേരം പോക്ക്, അത്രയേ ഉള്ളൂ. പൈസ കിട്ടണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും അത് ഇടാനൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഇടലൊക്കെ തുടങ്ങിയത്. പിന്നെ ഒരു കൊറോണ ടൈമിലായിരുന്നു വീഡിയോ ഇങ്ങനെ എടുക്കുക, യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ അറിഞ്ഞത് ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു. തുടക്കത്തിൽ ഞാൻ ഡാൻസ് വീഡിയോസൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതലും ഡാൻസ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, എനിക്ക് അങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഇത് നമുക്ക് ഈ കൈ പൊള്ളിച്ചിട്ടും കാലുകൊണ്ടുള്ള എക്സസൈസൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് നല്ല പഠിച്ചിട്ടുള്ള ആളെന്നല്ല ഞാൻ, അങ്ങനെ നന്നായി അറിയൊന്നുമില്ല. സ്കൂളിലും ഒക്കെ വെറുതെ കളിച്ചിട്ടുണ്ട്, സ്റ്റേജിലൊക്കെ കളിച്ചിട്ടുണ്ട് എന്നല്ലാതെ, ഗ്രൂപ്പ് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഡാൻസിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്നാലും ഞാൻ കുഴപ്പമില്ലാണ്ട് ഡാൻസ് കളിക്കുന്ന ആളാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ എക്സസൈസ് പോലെ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിട്ടാൽ എന്താണെന്ന് തോന്നി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വലിയ എന്താ പറയുക, കുറേ അധികം സബ്സ്ക്രൈബേഴ്സ് വേണം, കുറേ അധികം പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ തോന്നിയ പോലെ അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയായിരുന്നു കേട്ടോ. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്ന ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്ന ഞാൻ ചേട്ടൻ്റെ വൈഫും കൂടി വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ ഞായറാഴ്ച ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തി. ആഴ്ചയിലൊരു ദിവസം. അതുവരെ ഡാൻസ് പഠിക്കാൻ, ഞങ്ങൾ ഡാൻസ് പഠിക്കാത്ത ആൾക്കാരായതുകൊണ്ട്, ഞങ്ങൾക്ക് ഡാൻസിനെ പറ്റി അറിയാത്തത് കൊണ്ട്, അപ്പോൾ പഠിക്കാനുള്ളൊരു ടൈം വേണമല്ലോ. അപ്പോൾ ഒരാഴ്ചത്തെ ഒരു 6 ദിവസം പഠിച്ച് പിറ്റേ ദിവസം അങ്ങനെ എടുക്കുക. വൈകിട്ടായിരുന്നു കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത്, വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വൈകിട്ടൊരു 6 മണി 8 മണിയുടെ ഉള്ളിൽ ഇട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു അപ്പോഴാണ് കൂടുതൽ റീച്ച് വന്നു തുടങ്ങിയത്. അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് കൂടുതലും ആളുകളിലേക്ക് എത്തി തുടങ്ങിയത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് 1 lakh ഒക്കെ ആയി തോന്നും. കുറേ മുന്നേ കണ്ടതാണ്, പിന്നെ നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ താഴെ 60,000 70,000 അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ വീഡിയോസിന്. അങ്ങനെ വ്യൂസ് കയറിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോയിരുന്നൊരു ചാനൽ തന്നെയായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ഷോർട്സ് മാത്രമായിട്ട് ഇട്ടുപോയി. ഷോർട്സിൻ്റെ കൂടെ ലോങ് വീഡിയോസ് ഇടേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു എൻ്റർടൈൻമെൻ്റ്, ഒരു രസം, അതിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയില്ല, ഇടാനും തോന്നിയില്ല. പക്ഷെ പിന്നീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ലോങ് വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു തോന്നുന്നു. കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താനും ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടാനും നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ഇടുന്നത് നല്ലത് തന്നെയാണ്. പുതിയ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലാണ്ട് പുതിയ ആളുകളിലേക്ക് വീഡിയോ എത്താനായിട്ട് നല്ലത് തന്നെയാണ്. നമ്മുടെ ചാനലൊക്കെ സെർച്ചിങ്ങിൽ എത്താനൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ലോങ് വീഡിയോ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 10 മിനിറ്റ് മാക്സിമം അത്ര വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്യും. കാരണം ഇത് രസമില്ലല്ലോ, കാണുന്നവർക്ക് ചിലപ്പോൾ അത് ബോറിംഗ് ആയിരിക്കും. ഇത് തോന്നിയിട്ട് കട്ട് ചെയ്ത് ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ വീഡിയോ ചെയ്തത്. അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി, എന്തിനാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്തിട്ട് എന്താ ഉപകാരം എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടോ. അപ്പോൾ പിന്നെ തോന്നി എനിക്ക് വേണ്ട, എനിക്ക് എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് പഠനം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ വല്ലപ്പോഴും ഏതെങ്കിലും കാലത്ത് ഒരു വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് അറിയാമല്ലോ. നമ്മൾ
കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒന്നാണെങ്കിൽ ആ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, അല്ലാണ്ട് ഗ്രോത്ത് ഒരിക്കലും ഉണ്ടാവില്ല. എങ്ങനെയാണോ പിന്നെ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, ദിവസവും സമയമൊക്കെ പ്രധാനം തന്നെയാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ച 2 ദിവസം ആയിക്കോട്ടെ, അതിൽ ഏത് ടൈം എന്നുള്ളതുകൊണ്ട്, രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട്. ഞാനൊക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ തോന്നിയ പോലെ അങ്ങനെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, തോന്നിയൊരു സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായി ഒരു ടൈം വെക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടി ചെറുതാണ്, അപ്പോൾ ചിലപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്തിട്ടും എടുക്കാനുള്ളൊരു സമയക്കുറവുകൊണ്ടൊക്കെ ചിലപ്പോൾ കുറേ ടൈം കുറേ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ തോന്നുമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, എന്തിനിങ്ങനെ ഇട്ടിട്ട് എന്താ കാര്യം തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ കഴിഞ്ഞു. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതലേ നമ്മൾ ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയ പോലെയാണ് കേട്ടോ. ഞാൻ 1 വർഷം വീഡിയോ ഇടാതിരുന്നു, പിന്നെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയ പോലെയാണ്. ആദ്യം പുതിയ നമുക്ക് വീഡിയോസ് ഇടേണ്ട ഒരവസ്ഥ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പഴയ വീഡിയോസൊക്കെ കയറി വരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാനിങ്ങനെ സ്ഥലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാരണം മോളുണ്ട്, അവളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ഒരിടത്തിരിക്കണ ആളല്ല. അതുകൊണ്ട് എനിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, അവളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണം. കാരണം അവൾ തലയിച്ച് വീഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടായ പ്രശ്നമല്ലേ, അപ്പോൾ അവളിങ്ങനെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മടിക്കണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചാനൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായാലും ശരി, വീട്ടമ്മയായാലും ശരി, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക. ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ലോങ് വീഡിയോ, അതുപോലെ ഷോർട്സൊക്കെ 2 ഇടുക, അതൊക്കെ നല്ലതാണ്. പക്ഷേ നമുക്ക് അതിനുള്ള ടൈം വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിൽ വളരെ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ടൈമില്ല, നമുക്ക് കുറേ ജോലികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നമുക്കിതൊരു പാഷനാണെങ്കിൽ നമുക്കത് ടൈം ഉണ്ടായിരിക്കും, എന്തിനു വേണ്ടിയിട്ടായാലും. എത്ര ടൈമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ടൈം ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ ഒരു, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനൊക്കെ നമുക്ക് താല്പര്യമാണല്ലോ. അങ്ങനെയുള്ളൊരു പ്രൊഫഷനാണെങ്കിൽ നമുക്ക് കൂടുതൽ എൻജോയ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അതിന് ഗ്രോത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് തരിക. പിന്നെ അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താണ് ഈ അമ്മ പറയുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരായാലും ശരി, നമ്മൾ ഒരു ഞായറാഴ്ച, എന്തായാലും സൺഡേ നമുക്ക് ഒരു വർക്കിംഗ് ഡേ അല്ലല്ലോ, അപ്പോൾ നമ്മൾ ആ ഒരു ടൈം വെച്ചെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിൽ വലിയൊരു എക്സ്പേർട്ടോ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും എൻ്റെ ചെറിയ അനുഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുമല്ലോ, ഇതിനെ പറ്റിയ വീഡിയോസൊക്കെ കാണുമ്പോൾ ഉള്ളൊരു അനുഭവം, അറിവ്, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ എക്സ്പേർട്ടും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റാണോ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ പറയാനുണ്ട്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.